അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അളവറ്റ അപാര അനുഗ്രഹത്താൽ അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് 4 ഇസ്മുകളെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്തു. അഞ്ചാമത്തത് അൽ ഖുദ്ദൂസ്, എല്ലാ ന്യൂനതകളെ തൊട്ടും വീഴ്ചകളെ തൊട്ടും പരിശുദ്ധൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ 2 ആയത്തുകളിലായിട്ട് വരുന്നുണ്ട് ഈ നാമം. ഒന്ന് സൂറത്തുൽ ജുമയിൽ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലിക്കുൽ ഖുദ്ദൂസുൽ അസീസുൽ ഹക്കീം. രണ്ടാമത് സൂറത്തുൽ ഹശ്റിൻ്റെ അവസാനം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസ്. ബർക്കത്താക്കപ്പെട്ട നാമം എന്ന വിശേഷണമുള്ളതിനാൽ പല വസ്തുക്കൾക്കും മറ്റും ഈ വിശേഷണം ചേർത്തി പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിന് ഹദീറത്തുൽ ഖുദ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതായി ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നു. കാരണം ദുനിയാവിൻ്റെ എല്ലാ വിശേഷണങ്ങളിൽ നിന്നും ഒഴിവാണ് സ്വർഗം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് റൂഹുൽ ഖുദ്സ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചു. ആദ്യമായി പ്രവാചകനും അനുയായികളും തിരിഞ്ഞു നിന്ന് നമസ്കാരം നിർവഹിച്ചതും അള്ളാഹിൻ്റെ പ്രവാചകനെ രാപ്രയാണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതുമായ ഗേഹത്തിന് ബൈത്തുൽ മുഖദ്ദസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. അതിൻ്റെ പാർശ്വഭാഗങ്ങൾ ബർക്കത്തിനാൽ ചുറ്റപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ റുക്കൂയിലും സുജൂദിലും സുബ്ബൂഹുൽ ഖുദ്ദൂസുൽ റബ്ബുൽ മലായികത്തി വർ-റൂഹ് എന്ന് പറയുമായിരുന്നു. അല്ലാഹുവിനെ വണ്ണമായി പുകഴ്ത്തുന്ന ഈ തസ്ബീഹ് ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്ർ നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ റക്അത്തിൽ സബ്ബിഹിസ്മയും രണ്ടാമത്തതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും മൂന്നാമത്തതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നും പാരായണം ചെയ്യുമായിരുന്നു. സലാം വീട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 പ്രാവശ്യം പറയുകയും മൂന്നാമത്തത് കൊണ്ട് ശബ്ദം ഉയർത്തുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ ധാരാളം സവിശേഷതകൾ അടങ്ങിയ നാമമാണ് അൽ ഖുദ്ദൂസ്. ആരെങ്കിലും എല്ലാ ദിവസവും ഈ നാമത്തെ പതിവാക്കിയാൽ അള്ളാഹു അവനെ തൊട്ട് ശൈത്താൻ്റെ മ്ലേച്ഛതയെയും ദുർബോധനത്തെയും ഉയർത്തിക്കളയുന്നു. അവൻ്റെ അവയവങ്ങളെ പരിശുദ്ധമാക്കുകയും സൃഷ്ടികളുടെ ഇടയിൽ അവനെ അജയ്യനാക്കുകയും ചെയ്യുന്നതാണ്. ഓരോ ദിവസവും ഉച്ച സമയത്ത് 100 പ്രാവശ്യം പാരായണം ചെയ്യാൻ തയ്യാറായാൽ അവൻ്റെ ഹൃദയം തെളിയുകയും ആഖിറുൽ ലൈലിൽ 1000 പ്രാവശ്യം ചൊല്ലിയാൽ നിശ്ചയം അവൻ്റെ ശരീരത്തെ തൊട്ടുള്ള എല്ലാ ഇടങ്ങേറുകളെയും നീങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ്. അസ്മാഉൽ ഹുസ്നയിലൂടെ സ്വർഗം കരസ്ഥമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക.